പ്രിയപ്പെട്ട അധ്യാപക വിദ്യാർത്ഥികളെ, സെക്കൻഡ് സെമസ്റ്റർ പേപ്പർ 206 ശാസ്ത്ര വിദ്യാഭ്യാസം വിഷയത്തിലെ ടോപ്പിക്സിലേക്കാണ് കിടക്കുന്നത്. നമുക്കറിയാം 5 യൂണിറ്റുകൾ അടങ്ങിയിട്ടുള്ള അത്യാവശ്യം കണ്ടന്റോട് കൂടിയിട്ടുള്ള ഭാഗങ്ങളാണ് ശാസ്ത്ര വിദ്യാഭ്യാസം സെക്കൻഡ് സെമസ്റ്ററിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആദ്യമേ പറയുകയാണ്, ടോപ്പിക്സ് എന്ന രീതിയിലാണ് നമ്മൾ ഓരോ യൂണിറ്റിനെയും ടോപ്പിക്കുകളെ സമീപിച്ചിരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ മാത്രം നിങ്ങൾക്ക് ഹെഡിങ്സ് മാത്രം സ്ട്രൈക്ക് ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ വീഡിയോ പോകുന്നത്. നിങ്ങളുടെ അടുത്ത് 206ന്റെ പുസ്തകം കയ്യിലുണ്ട് എന്ന ധാരണയോട് കൂടിയിട്ടാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഒന്നാമത്തെ യൂണിറ്റ് ശാസ്ത്രത്തിന്റെ സ്വഭാവവും സവിശേഷതകളും എന്ന പാഠഭാഗത്ത് നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ് ശാസ്ത്രീയ രീതി. എന്താണ് ശാസ്ത്രീയ രീതി എന്നത്? ശാസ്ത്രീയ രീതി എന്താണെന്നുള്ളതെന്ന് അറിഞ്ഞിരിക്കാം. അതേപോലെ ശാസ്ത്രീയ രീതിയുടെ ഘട്ടങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ശാസ്ത്രീയ രീതിയുടെ ഘട്ടങ്ങൾ പല പരീക്ഷകളിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട് ശാസ്ത്രീയ രീതിയുടെ ഘട്ടങ്ങൾ എന്ന്. അതേപോലെ ഒന്നാമത്തെ യൂണിറ്റിൽ തന്നെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, ശാസ്ത്രം നേരിടുന്ന വെല്ലുവിളികൾ. അത്രത്തോളം ചോദിക്കാറില്ലെങ്കിൽ കൂടിയും ഇടയ്ക്കിടക്കൊക്കെ അവിടെ ഇവിടെ ചോദിച്ചിട്ടൊരു ചോദ്യമാണ് ശാസ്ത്രം നേരിടുന്ന വെല്ലുവിളികൾ. ഇത്തരം ടോപ്പിക്കുകളൊന്നും ഒരിക്കലും കടന്നു കയറി പഠിക്കേണ്ട ഒരു ടോപ്പിക്കുകളിൽ ഒറ്റ വായനയിൽ മാത്രം ഒതുക്കിയാൽ തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അതേപോലെ ശാസ്ത്രവും ഭരണഘടനാ മൂല്യങ്ങളും നിർബന്ധമായിട്ടും ടോപ്പിക്സുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ് ശാസ്ത്രവും ഭരണഘടനാ മൂല്യങ്ങളും. പാഠ്യപദ്ധതി ഉൾക്കൊള്ളിക്കേണ്ട ഭരണഘടനാ മൂല്യങ്ങൾ ഇത് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക. അത്രത്തോളം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഈ ചോദ്യങ്ങളൊക്കെ, അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, മുൻ വർഷങ്ങളിലൊക്കെ പൊതുപരീക്ഷകൾ നമുക്കറിയാം, ശാസ്ത്ര വിദ്യാഭ്യാസത്തിന്റെ പൊതുപരീക്ഷ 4th സെമസ്റ്ററിലായിരിക്കും നടക്കുക. അപ്പോൾ 4th സെമസ്റ്റർ പരീക്ഷ നടക്കുമ്പോൾ മുൻ സെമസ്റ്ററുകളുടെ കണ്ടന്റ് കൂടി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് പൊതുപരീക്ഷകളിലൊക്കെ ഈ ഒരു ചോദ്യം കണ്ടിട്ടുണ്ട്. പൊതുപരീക്ഷകളിൽ വരുന്ന ചോദ്യങ്ങൾ നിർബന്ധമായിട്ടും ESA പരീക്ഷകളിൽ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക. ആ ചോദ്യങ്ങൾ കാണാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ യൂണിറ്റ് 2 കഴിഞ്ഞ ഭാഗം യൂണിറ്റ് 2 വരെയായിരുന്നു പറഞ്ഞിരുന്നത്. യൂണിറ്റ് 2 ശാസ്ത്ര പഠന ലക്ഷ്യങ്ങൾ. നിരന്തരം 3 മാർക്കിനൊക്കെ ചോദിക്കുന്നുണ്ട് ശാസ്ത്ര പഠന ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ള കാര്യം. ഒരു 3-4 ലക്ഷ്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക, ജസ്റ്റ് ഒന്ന് വായിച്ചു പോകും. ഓക്കെ, അതേപോലെ സയന്റിഫിക് ടെമ്പർ നിരന്തരമായിട്ട് 1 മാർക്കിന് ഒളിഞ്ഞിരിക്കുന്ന ഒരു ചോദ്യമാണ്. എന്താണ് സയന്റിഫിക് ടെമ്പർ? പല പരീക്ഷകളിലും ഈ ഒരു ഭാഗം 1 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്കിന് ചോദിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇവിടെ ഒന്നാമത്തെ ലൈനിൽ പറയുന്നുണ്ട്, യുക്തിപൂർവ്വ വിവേകത്തോടെ ചിന്തിക്കുവാനുള്ള മനസ്ഥിതിയാണ് സയന്റിഫിക് ടെമ്പർ. 1 മാർക്കിന് നിരന്തരം ചോദിക്കുന്ന ഒരു ഭാഗമാണ് സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത്. അതേപോലെ എന്താണ് ചാക്രികാരോഹണ രീതി എന്നുള്ളത് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കാം. ചാക്രികാരോഹണ രീതി എന്താണെന്നുള്ളത് ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കാം. പല സമയങ്ങളിലൊക്കെ ഈ ഒരു ഭാഗം ചോദിക്കാറുണ്ട്, ചാക്രികാരോഹണ രീതി എന്ന്. ഓക്കെ, അതേപോലെ ശാസ്ത്ര ലാബ് എന്ന് പറയാണ് ടോപ്പിക്സ് എന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനുള്ള ഒരു ഭാഗം മാത്രമാണ് ശാസ്ത്ര ലാബ് എന്നത് എന്താണെന്നുള്ള കാര്യം. അതേപോലെ നോക്കാനുള്ള ഭാഗം ശാസ്ത്ര ലൈബ്രറി, ശാസ്ത്ര ലൈബ്രറി, ഹെർബേറിയം. ഒരുപാട് തവണ ഓൺവേർഡുകൾ ചോദിച്ചിരുന്ന ചോദ്യമാണ് ഹെർബേറിയം. സസ്യഭാഗങ്ങൾ ശേഖരിച്ച് സംരക്ഷിച്ച് സൂക്ഷിക്കുന്ന ഇടമാണ് ഹെർബേറിയം. പലതവണ 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ശാസ്ത്ര കിറ്റുകൾ ഇത് നിർബന്ധമായിട്ടും ടോപ്പിക്സിൽപ്പെട്ട പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് ശാസ്ത്ര കിറ്റുകൾ എന്ന് പറയുന്നത്. ശാസ്ത്ര കിറ്റുകൾ ഏതൊക്കെയാണ് ശാസ്ത്ര കിറ്റുകൾ ഉള്ളത്, എന്തൊക്കെയാണ്, എന്തിനൊക്കെയാണ്, ഏത് രീതിയിലൊക്കെ ഉപയോഗിക്കണം, അതിൽ എന്തെല്ലാം ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട്. അടുത്ത പേജിൽ തന്നെ പേജ് നമ്പർ 66 ഏതൊക്കെ ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ 1-2 ഉപകരണങ്ങളൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ശാസ്ത്ര കിറ്റുകളുടെ ചോദ്യങ്ങളൊക്കെ പല ചോദ്യ പേപ്പറിൽ കണ്ടിട്ടുണ്ട്, ഇനിയും കാണാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ കേരളത്തിലെ ഗവേഷണ സ്ഥാപനങ്ങൾ ഇത് നിർബന്ധമായിട്ടും 1 മാർക്കിന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. ഇതിൽ ഏതെങ്കിലും ഒരു ഗവേഷണ സ്ഥാപനത്തെ കുറിച്ച് ചോദിക്കാം, ഏത് ജില്ലയിലാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ എവിടെയാണെന്ന് ചോദിക്കാം. കുരുമുളക് ഗവേഷണ കേന്ദ്രം, അതേപോലെ കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം, വാഴ ഗവേഷണ കേന്ദ്രം, കാർഷിക ഗവേഷണ കേന്ദ്രം, ഇതൊക്കെ നിരന്തരം വരുന്ന ചോദ്യമാണ്. ഇതല്ലാതെ ബാക്കിയുള്ളതൊക്കെ വരാം, ഏതും വരാം. അപ്പൊ ഒന്ന് മനസ്സിലാക്കി വെക്കുക, ഈ ഒരു ഗവേഷണ കേന്ദ്രങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. നിർബന്ധമായിട്ട് 1 മാർക്കിന് ഈ ചോദ്യം കാണാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ പഠനോപകരണങ്ങൾ തിരഞ്ഞെടുക്കുന്ന രീതി, തിരഞ്ഞെടുപ്പ് ഇത് നിർബന്ധമായിട്ടും പഠിക്കുന്ന മറ്റൊരു ടോപ്പിക്കാണ്. പഠനോപകരണങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ കൈകാര്യം ചെയ്യുന്ന ആശയം, കുട്ടിയുടെ പ്രായം, അനുഭവമാണ്. ഒരുപാട് കാര്യങ്ങൾ ചേർത്തിട്ടാണ് പഠനോപകരണങ്ങൾ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടാണ്, അതേപോലെ വ്യക്തത, ലാളിത്യം, പ്രസക്തി, സുവ്യക്തത, ദൃശ്യത, പ്രായോഗിക ഇത്തരം കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് എഴുതേണ്ടി വരും. അപ്പോൾ ഈ ഒരു ഭാഗം അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. പേജ് നമ്പർ 74 യൂണിറ്റ് 4 ആണ്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 4 എന്ന് അറിയപ്പെടുന്നത്. അതേപോലെ ഇത് അതിന്റെ ബാക്കിയാണ് പഠനോപകരണങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് നിർമ്മാണം, അതിന്റെ ലഭ്യത, അതിന്റെ നിർമ്മാണ ചെലവിന്റെ അടിസ്ഥാനത്തിൽ ഉപയോഗം, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഒരുപക്ഷെ essay വിഭാഗത്തിലേക്ക് ഒരു ചോദ്യം ചോദിച്ചാൽ അല്ലെങ്കിൽ 3 മാർക്ക് ചോദിച്ചാൽ അത്യാവശ്യം എഴുതാൻ പറ്റുന്ന ഒരു ഭാഗം തന്നെയാണ്. അതേപോലെ ശാസ്ത്രാധ്യാപിക 4ാമത്തെ യൂണിറ്റിലുള്ള ശാസ്ത്രാധ്യാപിക അടുത്ത പേജിൽ കാണാം. ശാസ്ത്രാധ്യാപികക്ക് താഴെ പറയുന്ന പ്രത്യേകതകൾ അത്യാവശ്യമാണ്. ഈ ഒരു ഭാഗം ശാസ്ത്രാധ്യാപികയുടെ പ്രത്യേകതകളൊക്കെ പല പരീക്ഷകൾ ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ നിർബന്ധമായിട്ടും പഠിക്കേണ്ട മറ്റൊരു ടോപ്പിക്കാണ് 5E എന്നറിയപ്പെടുന്നത്. നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൽ ഈ ഒരു ഭാഗം കേട്ടിട്ടുണ്ടാവാം, ഇനി 3rd സെമസ്റ്ററിൽ ഈ ഒരു ഭാഗം കേൾക്കും, 4th സെമസ്റ്ററിൽ ഈ ഒരു ഭാഗം കേൾക്കും. 5E എന്നറിയപ്പെടുന്നത് അതായത് നേരത്തെ നമ്മൾ പറയുന്ന പോലെ 4ാം സെമസ്റ്ററിൽ നിങ്ങൾക്ക് പൊതുപരീക്ഷ നടക്കുമ്പോൾ നിങ്ങൾ തീർത്തും സ്ട്രൈക്ക് ചെയ്യേണ്ട ഒരു ടോപ്പിക് ആയിരിക്കും 5E എന്ന്. അപ്പൊ അതിൽ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഭാഗം കൂടി നിങ്ങൾക്ക് പഠിക്കേണ്ടി വരും. അതുകൊണ്ട് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. 10 മാർക്കിന് essay വിഭാഗത്തിൽ വരെ 5E TM ഒക്കെ നിരന്തരം ചോദിക്കാറുണ്ട്. ഈ ഒരു ഘട്ടങ്ങൾ 5 ഘട്ടങ്ങളാണുള്ളത്. എൻഗേജ്, എക്സ്പ്ലോർ, എക്സ്പ്ലെയിൻ,
എലാബറേറ്റ്, എവാലുവേറ്റ്, ഈ കാര്യം ശ്രദ്ധിക്കുക. ഓരോ ഘട്ടങ്ങളും പഠിക്കുക. അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് ചെയ്യുന്നത്. അതേപോലെ പഠന തന്ത്രങ്ങൾ, നമുക്കറിയാം ഒരുപാട് പഠന തന്ത്രങ്ങളുണ്ട്. പാനൽ ചർച്ച, സംഘ ചർച്ച, സെമിനാർ, അതുപോലെ പ്രൊജക്ട്, അസൈൻമെന്റ്, ഈ രീതികളൊക്കെ, ഈ രീതിയിൽ സംവാദ പരീക്ഷണം, ഈ ഒരു കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ഒരു പഠനതന്ത്രങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. 1 മാർക്കിന് 2 മാർക്കിന് 3 മാർക്കിനൊക്കെ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ സിംബോസിസം, എന്താണ് സിംബോസിസം എന്നുള്ള ചോദ്യം 1 മാർക്കിന്റെ ചോദ്യമായിട്ട് വരാറുണ്ട്. സിംബോസിസം എന്താണെന്നുള്ളത് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്ന ഭാഗമാണ്. സിംബോസിസം ഒരു വിഷയത്തെ വ്യത്യസ്ത വീക്ഷണകോണുകളിൽ വ്യത്യസ്ത ആൾക്കാർ അവതരിപ്പിക്കുന്നു. അതേപോലെ മനസ്സിലാക്കേണ്ട കാര്യമാണ് സിംബോസിസം എന്ന ടോപ്പിക്. അതേപോലെ സർവേ, ആശയ ചിത്രീകരണം, നമ്മൾ നേരത്തെ ഇംഗ്ലീഷിൽ പഠിച്ചു ആശയ ചിത്രീകരണം കോൺസെപ്റ്റ് എന്താണുള്ളത്, അതേ ഭാഗം തന്നെയാണ്. ജസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്നത് മനസ്സിലാക്കി വെക്കാൻ മാത്രം. ഇനി നിർബന്ധമായിട്ട് പഠിക്കുന്ന മറ്റൊരു ടോപ്പിക്കാണ് ടാലന്റ് ലാബ്, സയൻസ് ടാലന്റ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെയുള്ള ടോപ്പിക്കുകളാണ്. 1 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. ടാലന്റ് ലാബ് എന്താണ്, സയൻസ് ലാബ് എന്താണെന്നുള്ളത് 5ാമത്തെ യൂണിറ്റിലുള്ള ഭാഗങ്ങളാണ്. പേജ് നമ്പർ 98. ഓക്കെ. അതേപോലെ ബുള്ളറ്റിൻ ബോർഡ്, ചോദ്യപ്പെട്ടി, നിരന്തരം ചോദിക്കുന്ന മറ്റൊരു ടോപ്പിക്കാണ് ബുള്ളറ്റിൻ ബോർഡ്, ചോദ്യപ്പെട്ടി എന്നുള്ളത് നിരന്തരമായിട്ട് പഠിക്കുക. ഇത് ഒറ്റ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ആഴത്തിൽ കാട് കയറി പഠിക്കേണ്ടതില്ല. എന്താണ് ബുള്ളറ്റിൻ ബോർഡ്, അതിന്റെ ആശയം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ നമുക്ക് കത്തിച്ചെഴുതാൻ പറ്റുന്ന ഭാഗമാണ്. എന്താണ് ചോദ്യപ്പെട്ടി, ഒറ്റ വായനയിൽ തന്നെ എനിക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളണം. പക്ഷെ അത് വായിക്കണം, അതൊന്ന് ജസ്റ്റ് സ്ട്രൈക്ക് ചെയ്യേണ്ട ടോപ്പിക്കാണ് എന്നത് മാത്രമാണ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചു തരുന്നത്. ഓക്കെ. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗമാണ് സയൻസ് ക്ലബ്ബ്. സയൻസ് ക്ലബ്ബ് എന്തിന്, സയൻസ് ക്ലബ്ബ് എങ്ങനെ നടത്തണം, അതിൽ ഏതൊക്കെ മറ്റു ക്ലബ്ബുകൾ ഉൾപ്പെടുന്നുള്ള കാര്യം, ശാസ്ത്ര ക്ലബ്ബുകൾ ഏതൊക്കെ, ഈ ഒരു ഭാഗമൊക്കെ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഫോർത്ത് സെമസ്റ്ററിലെ പൊതുപരീക്ഷകൾ ഈ ഭാഗങ്ങളൊക്കെ കാണാറുണ്ട്. അതേപോലെ മറ്റൊരു ഒൺവേർഡ് ആയിട്ടുള്ള വരാൻ പോകുന്ന ഭാഗമാണ് ദിനാചരണങ്ങൾ. നേരത്തെ കാർഷിക ഗവേഷണങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവിടെ 1 മാർക്കിനുള്ള ഏതെങ്കിലും ഗവേഷണ കേന്ദ്രം ചോദിക്കാന്ന് പറഞ്ഞു. അതേപോലെ 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയേറിയ ഭാഗമാണ് ദിനാചരണം. ഇതിൽ ഏതെങ്കിലും ഒരു ദിനങ്ങളൊക്കെ ചോദിക്കാം. ജൂൺ 5 മുതലുള്ള ഏപ്രിൽ 22 വരെയുള്ള ഈ ഒരു 14 ദിനങ്ങൾ ഇതൊക്കെ നിർബന്ധമായിട്ടും ചോദിക്കാൻ സാധ്യതയേറെയുള്ള ചോദ്യങ്ങളാണ്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ഭാഗമാണ് ദിനാചരണങ്ങളെ സംഘടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതും ഈ ഒരു ഭാഗവും കാണുമ്പോൾ നമുക്ക് ഇത് പെട്ടെന്നൊന്നും സ്ട്രൈക്ക് ചെയ്യില്ല. ഈ ഭാഗം ടെക്സ്റ്റ് പുസ്തകത്തിൽ 106ാമത്തെ പേജിൽ കാണുന്നുണ്ട്. ബുള്ളറ്റിൻ ഈ ഭാഗം കാണുന്നുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ നോക്കി ഇതൊക്കെ ദിനാചരണങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പഠിക്കേണ്ട ഭാഗങ്ങളാണ്. അതേപോലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ജൈവ വൈവിധ്യ ഉദ്യാനം. ഈ ഒരു ഭാഗങ്ങളും നോട്ട് ചെയ്ത് നോക്കുക. ഇത്രയും കാര്യങ്ങളാണ് വളരെ വേഗതയിൽ 206 എന്നുള്ള കിടക്കുന്ന ഒരുപാട് ടോപ്പിക്കായിട്ട് കിടക്കുന്നതിൽ നമ്മൾ അത്രത്തോളം സ്ട്രൈക്ക് ചെയ്ത് ഹോട്ട് ടോപ്പിക്സ് എന്നുള്ള രീതിയിൽ മാത്രം പറഞ്ഞ ടോപ്പിക്കുകൾ. വീണ്ടും പറയാണ്, ഈ ഒരു ടോപ്പിക്കുകൾ മാത്രം പഠിച്ചാൽ മതി എന്നൊരു അർത്ഥത്തിൽ പറയല്ല. പക്ഷേ ഈ ഒരു ടോപ്പിക്കുകൾ എന്തായാലും പഠിക്കണം. അതിന്റെ ഗുണം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഓക്കെ. മറ്റു വിഷയങ്ങളുടെ ടോപ്പിക്സുകളൊക്കെ പിന്നാലെ വരും. ഓക്കെ. താങ്ക് യു.